ജെറുസലേമിലെ ഓശാന ഞായർ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലാറ്റിൻ പാത്രിയർക്കീസിനെ ഇസ്രായേൽ പോലീസ് തടഞ്ഞ നടപടി കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു. സംഭവം വിവാദമായതോടെ ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിലേക്ക് പാത്രിയർക്കീസിന് ഇനി മുതൽ പൂർണ്ണ പ്രവേശനം ഉണ്ടായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. കർദിനാൾ പിയർ ബെറ്റിസ്റ്റ പിസബെല്ലയെ സുരക്ഷാ കാരണങ്ങളാലാണ് പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നേരത്തെ പോലീസ് തടഞ്ഞത്. ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ഈ ഇടപെടലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു വിശദീകരിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് കർദിനാളിനെ തടഞ്ഞ നടപടിക്കെതിരെ വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ നടപടി ദൗർഭാഗ്യകരവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി പ്രതികരിച്ചു. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കുർബാന അർപ്പിക്കാനെത്തിയ കർദിനാൾ പിസബെല്ലയെയും റവറൻ ഫ്രാൻസിസ്കോ ഇൽപ്പോയെയും പള്ളിക്ക് പുറത്തുവച്ചാണ് പോലീസ് തടഞ്ഞത്. നൂറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ഓശാന ഞായറാഴ്ച ഒരു ലാറ്റിൻ പാത്രിയർക്കീസിന് ഇത്തരമൊരു വിലക്ക് നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി. തികച്ചും അനുചിതമായ ഈ തീരുമാനം ആരാധനാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും സഭാ നേതൃത്വം കുറ്റപ്പെടുത്തി. വലിയ ആൾക്കൂട്ടം ഒഴിവാക്കി തികച്ചും സ്വകാര്യമായ ഒരു ചെറിയ ചടങ്ങ് മാത്രമാണ് തങ്ങൾ ഉദ്ദേശിച്ചിരുന്നതെന്നും കർദിനാൾ പിന്നീട് വിശദീകരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ ജെറുസലേമിലെ പഴയ നഗരത്തിലെ എല്ലാ പുണ്യസ്ഥലങ്ങളും അടച്ചിട്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പോലീസ് വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത ഓശാന ഞായർ ഘോഷയാത്രയും റദ്ദാക്കിയിരുന്നു. ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ, ജൂത, മുസ്ലിം പുണ്യസ്ഥലങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതിനാലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.